പുഷ്ടഭോജനം കഴിച്ച് മോദിച്ചുകൊള്ളുവിൻ. നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന് കേട്ടുകൊള്ളുവിൻ. എൻ്റെ വാക്ക് ശ്രദ്ധിച്ച് കേട്ട് നന്മ അനുഭവിക്കുവിൻ. ദൈവത്തിൻ്റെ വചനം പുഷ്ടഭോജനമാണ്. ദൈവത്തിൻ്റെ വചനം ശക്തിമാന്മാരുടെ അപ്പമാണ്. ദൈവത്തിൻ്റെ വചനം കെടാത്ത ബീജമാണ്, ജീവനുള്ളതും നിലനിൽക്കുന്നതുമാണ്. ഇന്ന് പകൽ നിങ്ങൾ വചനത്തെ ശ്രദ്ധിച്ച് കേട്ടാൽ അതിൽ നിങ്ങൾക്ക് അനുഭവിക്കുവാനുള്ള നന്മയുണ്ട്. ദൈവവചനത്തിൽ നിങ്ങൾക്ക് ജീവനുണ്ട്. ഇതാ ഇന്നു പകൽ പരിശുദ്ധാത്മാവ് നമുക്കൊരു വചനം തന്നിരിക്കുകയാണ്. യേശുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. യേശുക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കുന്ന വ്യക്തിയാണെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങൾ യേശുവിൻ്റെ മകനാണ്. സഹോദരി, നിങ്ങൾ യേശുവിൻ്റെ മകളാണ്. ദൈവത്തിൻ്റെ വചനമാണ് നിങ്ങളെ ജനിപ്പിച്ചത്. നിങ്ങൾ വചനത്തിൽ വിശ്വസിച്ചപ്പോഴാണ് നിങ്ങൾ ആ അനുഭവത്തിലേക്ക് വന്നത്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങൾ യേശുവിൻ്റെ മകനാണെങ്കിൽ ആ പൊസിഷൻ എത്ര വലുതാണ്. പ്രിയപ്പെട്ടവരെ, ഇനി നിങ്ങൾ അനാഥരല്ല. ഇനി നിങ്ങൾ അവഗണിക്കപ്പെടുകയില്ല. ഇനി നിങ്ങൾ പരാജയപ്പെടുകയില്ല. നിങ്ങൾ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച മാത്രയിൽ തന്നെ ആ വിശ്വാസത്തിൽ തുടരുന്ന ഓരോ നിമിഷവും നിങ്ങൾ ജയാളിയാണ്. യേശു പറഞ്ഞു, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുന്നു. നിങ്ങളുടെ ദൈവം നിങ്ങളെ അറിയുന്നുണ്ട്. മറ്റാരേക്കാളും അധികമായി അവൻ നിങ്ങളെ അറിയുന്നുണ്ട്. നിങ്ങളുടെ ശൂന്യതകളെ, ഇല്ലായ്മകളെ, ഏകാന്തതകളെ അവൻ അറിയുന്നുണ്ട്. യേശു പറഞ്ഞു, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. അവ ഒരു നാളും നശിച്ചു പോകുകയില്ല. ഞാൻ അവയെ ഉള്ളങ്കരത്തിൽ വഹിച്ചിരിക്കുകയാണ്. എൻ്റെ കയ്യിൽ നിന്ന് അവയെ പിടിച്ചു പറിക്കുവാൻ ആർക്കും സാധ്യമല്ല. ഞാൻ അവരെ ഒരു നാളും കൈവിടുകയില്ല. ഈ ഭൂമിയിൽ നിങ്ങളായിരിക്കുന്ന ഓരോ നിമിഷവും ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളോട് കൂടെയുണ്ട്. ദൈവം അനുവദിച്ചിട്ടുള്ള ഒടുവിലത്തെ സമയം വരെയും നിങ്ങൾ ആ സംരക്ഷണവും കരുതലും സാന്നിധ്യവും അനുഭവിക്കും. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വിശ്വസിക്കുവാൻ കഴിയുന്നുണ്ടോ? ശ്രദ്ധിച്ചു കേട്ടാൽ അതൊരു വലിയ നന്മയാണ്. ശ്രദ്ധിച്ചു കേട്ടാൽ അതിൽ വ്യാപരിക്കുന്ന ഒരു ജീവനുണ്ട്. നിങ്ങളുടെ മുഖത്തെ വാട്ടം മാറ്റുവാൻ, നിങ്ങളുടെ തല ഉയർത്തുവാൻ ഈ വചനത്തിന് ശക്തിയുണ്ട്. നിങ്ങളുടെ ഏകാന്തതകളെ മാറ്റുവാൻ, ആരുമില്ലെന്ന തോന്നലുകളെ മാറ്റുവാൻ ഈ വചനത്തിന് ശക്തിയുണ്ട്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ അനാഥരല്ല, നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ്. വചനത്തെ വിശ്വസിച്ച് നന്മ അനുഭവിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.